ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നാരായൺ പ്രഭു ഒന്ന് മ്യൂട്ട് ചെയ്തേരെ പ്ലീസ്. ഇന്നത്തെ നമ്മളുടെ ഭാഗവതം ക്ലാസ്സിലെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ സ്കന്ധമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ സ്കന്ധത്തിന്റെ പാർട്ട് 6 ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒരു വ്യക്തി ഇങ്ങനെ ഭക്തിയോഗത്തിലൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അതിന്റെ 14 സ്റ്റേജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതാണ് കൃപയിൽ തുടങ്ങി മാധുര്യ അനുഭവത്തിൽ എത്തി നിൽക്കുന്ന 14 സ്റ്റേജ്. അപ്പൊ ഇപ്രകാരം നൈമിഷികാരണ്യത്തിലെ ചേജസ് ചോദിച്ച 6 ചോദ്യത്തില് ആദ്യത്തെ 2 ചോദ്യങ്ങൾക്കും ഏതാണ്ട് പരിപൂർണമായിട്ട് സൂതഗോസ്വാമി ഉത്തരം കൊടുത്തു കഴിഞ്ഞു. എന്നാൽ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഈ 2 ചോദ്യത്തിന് ഉത്തരം ഒന്ന് തന്നെയാണ്. അതായത് ചോദ്യം ഏതൊക്കെയായിരുന്നു? ഒന്ന്, പൊതുവെ മാനവ രാശിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണപ്രദമായിട്ടുള്ള കാര്യം എന്താണ്? 2, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരം എന്താണ്? 2ന്റെ ഉത്തരം ഒന്നാണ് ഭക്തിയോഗം. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരാൾ ഭക്തിയോഗത്തിലൂടെ ശ്രദ്ധ മുതൽ പ്രേമ, അതായത് സദാ കൃപ മുതൽ പ്രേമ വരെ എത്തുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ലഭിക്കുന്നത്? അതാണ് കൃഷ്ണപ്രേമത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്നു. ഇത് ഒരു വളരെ വലിയൊരു വിഷയമാണ്. ഇപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഇത് ചർച്ച ചെയ്യണം. അതായത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പലപ്പോഴും പലരും പറയാറുണ്ട് നമുക്ക് ഭക്തിയിൽ ആ തീവ്രത വരുന്നില്ല. നമുക്ക് തീവ്രത വരാത്തതിന്റെ കാരണം എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പം ആ പ്രവൃത്തിയുടെ ലക്ഷ്യം നമുക്ക് ക്ലിയർ ആയിരിക്കണം. ലക്ഷ്യം ക്ലിയർ ആണെങ്കിൽ മാത്രമേ മാർഗം ശരിയാകൂ. ഞാനൊരു ഉദാഹരണം പറയാം. 1990കളിൽ നടന്ന ഒരു സംഭവമാണിത്. ഞാൻ വായിച്ചതാണ്. 90കളിൽ നടന്ന സംഭവം. ഇപ്പൊ എനിക്കത് ഓർമ്മ വന്നതാണ്. സിംഗപ്പൂരിൽ നടന്നതാണ്. സിംഗപ്പൂരിൽ ചിലപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് സംശയമുണ്ട്. സിംഗപ്പൂരില് കൊച്ചു കുട്ടികൾ, 3-4 വയസ്സുള്ള 2-3 വയസ്സുള്ള കുട്ടികൾ ഒരു അപ്പാർട്ട്മെന്റ് വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ രണ്ടാമത്തെ നിലയിൽ മൂന്നാമത്തെ നിലയിൽ അതിൽ ഒരു കൊച്ചിന്റെ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കൊച്ചു കളിക്കുന്നത്. പെട്ടെന്നൊരു കാർ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഡ്രൈവറിന് ഉരുണ്ട് അത് ന്യൂട്രൽ എങ്ങാണ്ട് കടന്നാണ് ഇറക്കമായിരിക്കുക, എങ്ങനെയോ അത് ഉരുണ്ട് വന്നിട്ട് ഈ കൊച്ചിനെ തട്ടി കൊച്ചു വീണു. കൊച്ചിന്റെ ശരീരത്തിൽ ഇത് കയറി ഇങ്ങനെ കുറച്ച് ടച്ചായിട്ട് നിൽക്കുക. കൊച്ചിന് കാലെടുക്കാൻ പറ്റത്തില്ല, കാർ കയറി നിൽക്കുക. ഈ തള്ള അലറി വീഴ്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി താഴെ വന്ന് സ്റ്റെപ്പിലോട്ട് ഓടി താഴെ വന്നിട്ട് ഈ കാറിന്റെ ബോണറ്റിന്റെ അവിടെ പിടിച്ചു പൊക്കിയിട്ട് ആൾക്കാരുടെ അലറി അവർ കൊച്ചിനെ എടുത്തു. കൊച്ചിന് പരിക്കൊന്നും പറ്റിയില്ല. ഇത് CCTV ഇല്ലാന്ന്. അവിടെ CCTV അന്നല്ലോ ഉണ്ട്, ഇപ്പൊ നമുക്ക് ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങി. CCTV വന്ന് BBC പോയിട്ട് ആ സ്ത്രീയുടെ ഇന്റർവ്യൂ എടുത്തായിരുന്നു. കാരണം ഈ കാറിനെ എങ്ങനെ പൊക്കാൻ പറ്റിയെന്നുള്ളത്, അത് എഞ്ചിൻ ഭാഗം നമ്മൾ 3-4 പേര് പിടിച്ച പൊങ്ങാത്ത ആ കാർക്ക് പൊക്കാൻ സാധിച്ചത് എങ്ങനെയാണ്. രണ്ടാമത് അവരെ കൊണ്ടത് പൊക്കിക്കുന്നിട്ട് അവർക്കൊന്ന് അനക്കാൻ പോലും കഴിഞ്ഞില്ല. ആ സമയത്ത് ആ സ്ത്രീയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ മാതാവിന്റെ ഉള്ളിൽ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതേപോലെ നമ്മളുടെ ലക്ഷ്യം എന്താന്ന് ഇപ്പോൾ വരെ നമുക്ക് ക്ലിയർ ആകുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഭക്തിയുടെ തീവ്രത വരത്തില്ല. നമ്മൾ പറയും ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മികത്തിൽ പോകണം, കൃഷ്ണപ്രേമം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ എന്താണ് ഭൗതിക ലോകം, എന്താണ് ആധ്യാത്മിക ലോകം, എന്താണ് കൃഷ്ണപ്രേമം നമുക്കറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും ലഡു കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുക ലഡു ആണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? സാറേ ആ സാധനം എന്താണെന്നല്ലേ ചോദിക്കുന്നത്. പ്രഭുജി ആ സാധനം എന്താണെന്ന്, മധുരമാണോ കയ്പാണോ എരിയാണോ പുളിയാണോ? അപ്പൊ ഞാൻ പറയുന്നത് മധുരമാണ്. അപ്പൊ നിങ്ങൾക്ക് ആകർഷണം വരില്ല, കാരണം മധുരമുള്ള എന്തെല്ലാം കഴിച്ചിരിക്കുന്നു. അപ്പൊ ആ ലഡുവിന്റെ മധുരത്തിന് എത്രമാത്രം രുചികരമാണെന്നുള്ളത്, എത്ര സ്വാദിഷ്ടമാണെന്നോ എത്ര ആസ്വാദ്യകരമാണെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ അല്പം ലഡു കഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതേപോലെ ഗോലോക വൃന്ദാവനവും അല്ലെങ്കിൽ ഭഗവത് പ്രേമം എന്ന് പറഞ്ഞത്, കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയാത്തത്, കാരണം നമുക്കത് അറിയില്ല. ഭക്തിയുടെ ഓരോ തലങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പറയും. ഈ സ്റ്റേജ് 14 സ്റ്റേജ് പറഞ്ഞ് ഓരോ സ്റ്റേജത്തിൽ പോകുമ്പോൾ ഭാവ പ്രേമ സ്റ്റേജിൽ എത്തുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നിന്നും പ്രകടമാകുന്നതാണ്. നമുക്ക് ഗോലോക വൃന്ദാവനം ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ പ്രകടമാക്കി തരും കൃഷ്ണൻ. കൃഷ്ണപ്രേമത്തിന്റെ മാധുര്യം അന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുവരെ നമ്മളുടെ ബുദ്ധിയും കഴിവുകളെല്ലാം പല രീതിയിൽ നമ്മൾ വേസ്റ്റ് ആക്കിക്കളയും. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് മാത്രം, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു സാധാരണ വ്യക്തിയോട് ഉണ്ടാക്കുന്ന ഒരു സംശയത്തെ കുറിച്ചായിരുന്നു. അതായത് ലാസ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരാറുണ്ട്, വൈ കൃഷ്ണ, കൃഷ്ണഭക്തി മാത്രമാണോ, ബാക്കിയുള്ളവരെന്താണ്? അപ്പൊ അതിന്റെ ഉത്തരവാണ് സുധഗോസ്വാമി പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഈ നമ്മുടെ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങൾ അനുസരിച്ച്, സത്വരജോ തമോ ഗുണങ്ങൾ അനുസരിച്ച് 3 അധിഷ്ഠാന ദേവതകളുണ്ട്: വിഷ്ണു, ബ്രഹ്മ, മഹേശ്വര അല്ലെങ്കിൽ ശിവ. സത്വഗുണത്തിന് വിഷ്ണു, രജോ ഗുണത്തിന് ബ്രഹ്മാവും, തമോ ഗുണത്തിന് ശിവനുമുണ്ട്. അപ്പൊ ഇവര് പിന്നെ ഇതിൽ 3 പേരിൽ പ്രധാനി എന്ന് പറയുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവിന്റെ ഉത്ഭവമാണ് കൃഷ്ണൻ. കൃഷ്ണനിൽ നിന്നാണ് വിഷ്ണു ഉണ്ടായത്. അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ദേവി ദേവതമാരോ പലപ്പോഴും ചോദിക്കുന്നുണ്ട്, ചാത്തനുണ്ട്, പിന്നെ മുത്തപ്പനുണ്ട്, ദേവിയുണ്ട്, സുബ്രഹ്മണ്യമുണ്ട്, ഗണേശുണ്ട്, 33 ദേവി ദേവതമുണ്ട്. ഇവരൊക്കെയോ? അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൗതിക പ്രകൃതി, ശ്രദ്ധിച്ചു കേൾക്കണം, ഭൗതിക പ്രകൃതിയുടെ ഭരണകാര്യങ്ങൾ സുഗമമായിട്ട് നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിനിയോഗിച്ചവരാണ്. ഇതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞ ഒരു യൂണിയൻ ഗവൺമെന്റ്. നമ്മളൊരു ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പം ആ പാർട്ടി ഒരു നേതാവിനെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യം ഭരിക്കണം നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അതിന് പലതരത്തിലുള്ള ആൾക്കാരെ അദ്ദേഹം എടുത്തിട്ട് പലർക്കും ഓരോ വിഭാഗങ്ങൾ വിഭജിച്ചു കൊടുക്കും. റോഡ് ഒരാൾക്ക്, റെയിൽവേ ഒരാൾക്ക്, വിമാനം ഒരാൾക്ക്, പ്രതിരോധം ഒരാൾക്ക്, ഹോം ഒരാൾക്ക് വിഭജിച്ചു കൊടുക്കും. അവരുടെ താഴെയും ഒരുപാട് ആൾക്കാരെ വിനിയോഗിക്കാറുണ്ട്. IAS IPS വിനിയോഗിക്കാറുണ്ട്. ഇവർക്കെല്ലാം അധികാരം കൊടുക്കുന്നവരാണ് പ്രധാനമന്ത്രിയാണ് അധികാരം കൊടുക്കുന്നത്. പ്രധാനമന്ത്രി കൊടുക്കുന്ന അധികാരം മാത്രമേ അവർക്കുള്ളൂ, അതിനപ്പുറം അവർക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ പൊതുമരാമത്ത് മന്ത്രിയോട് നമ്മൾ എവിടെയാണ് പഞ്ചാബിലെ നാസിക്ക് സ്റ്റോപ്പ് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് പറ്റത്തില്ല. അദ്ദേഹം റെയിൽവേ മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്യണം. അതേപോലെ നമ്മള് പിന്നെ ഇന്ദ്രനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പിന്നെ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല, അത് സരസ്വതിയോട് തന്നെ പ്രാർത്ഥിക്കണം. സരസ്വതി പ്രാർത്ഥിച്ച് എനിക്ക് മഴ വേണമെന്ന് പറയാൻ പറ്റില്ല, അത് ഇന്ദ്രനോട് വേണം. അപ്പൊ ഈ ഭരണകാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്തി ഇവർക്കൊക്കെ അവർക്കുടെ ജോലിക്ക് അനുസരിച്ചുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ അവരെ 2 കാര്യം കൊണ്ട് ബഹുമാനിക്കണം. ഒന്ന്, അവര് ഭഗവാന്റെ ഭക്തരാണ്.
രണ്ട്, ഭഗവാൻ അവരെ വിനിയോഗിച്ചതാണ്. ഇപ്പൊ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ കയറി ചെല്ലുക, ആ വില്ലേജ് ഓഫീസറുടെ മുമ്പ് നമ്മൾ മുണ്ടും മടക്കി കുത്തി പോത്തില്ല. വില്ലേജ് ഓഫീസറുടെ അധികാരം ഉണ്ടോണ്ട് നമ്മൾ മുണ്ട് മടക്കി അഴിച്ചിട്ടിട്ട് കുത്തഴിച്ചിട്ടിട്ട് അദ്ദേഹത്തിനെ പ്രണമിച്ച് നമസ്കാരം സാറേ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ പ്രണാമം എന്തെങ്കിലും പറഞ്ഞിട്ടേ കയറത്തുള്ളൂ. ഒരു താലൂക്ക് ഓഫീസ് ചെല്ലുമ്പോൾ അതിനെക്കാട്ടി കൂടുതലായിരിക്കും, കളക്ടർ ഓഫീസിൽ ചെല്ലുമ്പോൾ അതിൽ കൂടുതലായിരിക്കും, മന്ത്രി എടുത്ത് ചെല്ലുമ്പോൾ അവരവരുടെ പദവി അനുസരിച്ചുള്ള ബഹുമാനം നമ്മൾ കൊടുക്കും. ഏറ്റവും അവസാനം പ്രധാനമന്ത്രി കൊടുക്കുന്ന ആ ഒരു ബഹുമാനം നമ്മൾ ഒരു വില്ലേജ് ഓഫീസർക്ക് കൊടുക്കത്തില്ല. അതേപോലെ കൃഷ്ണ കൊടുക്കുന്ന ആ ഒരു തുല്യമായ ബഹുമാനവും ബഹുമാനവും ഭക്തിയും നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തില്ല. പക്ഷെ നമ്മളുടെ ഉള്ളിൽ ആ ബോധമുണ്ട്, ഇവരെല്ലാം കൃഷ്ണന്റെ ഭക്തരാണ്, അതുകൊണ്ടാണ് അവർക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കും. ഇപ്പൊ ഇവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഒരു പ്രധാനമന്ത്രിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവരെ വിനിയോഗിച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃഷ്ണൻ ഭഗവാൻ എന്തും ചെയ്യാൻ പറ്റും, അതിനാരുടെ സഹായം വേണ്ട. പിന്നെ ഇവരൊക്കെ നിയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവരൊക്കെ ഭഗവാന്റെ സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭക്തരാണ്. അതായത് രണ്ട് കൂട്ടത്തിലുള്ള തരത്തിലുള്ള ഭക്തരെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഒന്ന്, ആധ്യാത്മികമായിട്ട് ഒരുപാട് ഉയർന്നു പോയി അവര് ഭാവപ്രേമതലത്തിലെത്തി, പക്ഷെ ഭൗതികമായ ചില ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവരെ ഇങ്ങനെയുള്ള ജോലികൾ ഭഗവാൻ ഏൽപ്പിക്കും, ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. രണ്ട്, ചിലരുടെ ഉള്ളിൽ സേവ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അവർക്കും കൊടുക്കും. അതായത് ഭഗവാൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ഭഗവാൻ എല്ലാം നൊടിയുടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരെല്ലാം ഭഗവാൻ നിയോഗിക്കപ്പെട്ടതാണ്, ഒപ്പം ഭഗവാന്റെ ഭക്തരുമാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ ഇരിക്കരുത്. അതുപോലെ തന്നെ അവർ അർഹിക്കുന്ന ബഹുമാനവും കൊടുക്കണം. എന്നാൽ അവരുടെ പൊസിഷനും ഭഗവാന്റെ പൊസിഷനും ഒരിക്കലും തുല്യമല്ല. ഇപ്പൊ നമ്മളൊരു വില്ലേജ് ഓഫീസറിന്റെ തൊഴിൽ പറയാം, സാറ് പ്രധാനമന്ത്രിക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ അപമാനിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ ഉണ്ട്, ഇപ്പൊ ഇലക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വാർഡ് മെമ്പർ പെട്ടെന്ന് ഓർമ്മ വരും. വാർഡ് മെമ്പർ വീട്ടിൽ എന്തൊരു കാര്യത്തിൽ ഒരു വാർഡ് മെമ്പറുടെ പേര് പുരുഷോത്തമൻ എന്നാണ്. വാർഡ് മെമ്പറോട് പറയാ, സാറേ അങ്ങ് ഭഗവാൻ പുരുഷോത്തമന് തുല്യമാണെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ അയാളെ അപമാനിക്കുകയാണ്. അതേപോലെ ഈ ദേവീ ദേവതമാരോട് നമ്മൾ ഭഗവാന് തുല്യം എന്ന് പറയുമ്പോൾ അവരെ അപമാനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനാൽ അധികാരം കൊടുത്ത് ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് അവര്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന അർഹത കൊടുക്കണം. ബേബി സരോജ, ദേവി ഇത് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരർഹിക്കുന്ന ബഹുമാനം നമ്മൾ കൊടുക്കണം. അപ്പൊ നമ്മൾ ഭഗവാന്റെ പ്രസന്നതയ്ക്ക് വേണ്ടിയാണ് ഭക്തി ചെയ്യുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നത്? അതിന്റെ കാരണങ്ങൾ 28, 29 സോമളി പറഞ്ഞു. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ഞാൻ ചോദിച്ച ആദ്യം വൈ കൃഷ്ണൻ എന്തുകൊണ്ടാണ്? അതിന്റെ ഒരു കാരണം പറഞ്ഞു, ബാക്കിയുള്ള ദേവി ദേവതമാര് ഭഗവാനാൽ ഈ ഭൗതിക പ്രകൃതിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഭൗതിക ലോകത്തിന്റെ നടത്തിപ്പിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അവർ ഭഗവാന്റെ ഭക്തരാണ്. അതുകൊണ്ട് ഭഗവാന് തുല്യമായിട്ട് അവരെ കാണുന്ന അവരെ അപമാനിക്കുകയാണ്. പിന്നെ ഭഗവാൻ എന്താണ് സുപ്രീം ലോർഡ്? അത് 28, 29 നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ അധ്യായമാണോ മൂന്നാമത്തെ അധ്യായം? രണ്ടാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായം. ഒരു മിനിറ്റ്, രണ്ടെണ്ണം മൂന്നാണോ സംശയം? രണ്ടാമത്തെ അധ്യായം അല്ലേ? ഓക്കെ, രണ്ടാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായത്തിൽ 28, 29 ശ്ലോകം. വാസുദേവ പര വേദ വാസുദേവ പരമഹ വാസുദേവ പര യോഗ വാസുദേവ പര ക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപഃ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ഇവിടെ വാസുദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസുദേവന്റെ പുത്രൻ, അതുകൊണ്ട് വാസുദേവ വിളിക്കുന്നത്. വാസുദേവ പരവേദ, അതായത് എല്ലാ വേദങ്ങളുടെ എല്ലാ അറിവിന്റെയും ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. വാസുദേവ പരമഖ, മഖ എന്ന് പറയുന്ന യജ്ഞങ്ങൾ, യാഗങ്ങൾ, എന്തെല്ലാം യാഗങ്ങൾ ഏതെല്ലാം രൂപത്തിൽ അനുഷ്ഠിക്കുന്നോ അതിന്റെ എല്ലാം ഉദ്ദേശം ഭഗവാൻ വാസുദേവന്റെ പ്രസന്നതയായിരിക്കണം. വാസുദേവ പരയോഗ, ഏതെല്ലാം യോഗ പദ്ധതികൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം ഉദ്ദേശം വാസുദേവയാണ്. വാസുദേവ പരക്രിയ, എന്തെല്ലാം ആക്ടിവിറ്റീസ് എന്തെല്ലാം പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നോ അതിന്റെ എല്ലാം ഉദ്ദേശം ഭഗവാൻ വാസുദേവനെ പ്രസന്നതയാക്കുക എന്നുള്ളതാണ്. വാസുദേവ പരം ജ്ഞാനം, ഏതെല്ലാം സുപ്രീം, ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനത്തിന്റെ എല്ലാം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയുക. വാസുദേവ പരം തപഃ, അതായത് എന്തെല്ലാം തപശ്ചര്യകൾ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം ഉദ്ദേശം ഭഗവാൻ വാസുദേവനെ പ്രീതിപ്പെടുത്തുകയാണ്. വാസുദേവ പരോധർമ്മോ, ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവൈ പുംസാം പരോധർമ്മോ. വാസുദേവ പരാഗതി,
ജീവിതത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം വാസുദേവനിൽ എത്തിച്ചേരുക എന്നതാണ്. അപ്പൊ ആ രണ്ട് ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ ചില പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നവരെ നമ്മൾ വായിക്കാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആകും. വേദങ്ങളിൽ ജ്ഞാനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. യാഗം അനുഷ്ഠിക്കുന്ന ലക്ഷ്യം അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക എന്നതാണ്. യോഗ അദ്ദേഹത്തെ സാക്ഷാത്കരിക്കുന്നതിനാണ്. എല്ലാ ഫല ഉദ്ദേശ പ്രവർത്തനങ്ങൾക്കും ആത്യന്തികമായി പ്രതിഫലം നൽകുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പരമമായ ജ്ഞാനിയാണ്. അദ്ദേഹത്തെ അറിയുന്നതിനാണ് എല്ലാ കഠിന തപസ്സുകളും അനുഷ്ഠിക്കുന്നത്. ധർമ്മം അല്ലെങ്കിൽ മതം അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം സേവനം ചെയ്യുന്നതാണ്. ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം അദ്ദേഹമാണ്. അപ്പൊ ഈ ശ്ലോകത്തിന്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവ്വതും ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം കാണുന്നു, എന്തെല്ലാം കേൾക്കുന്നു, അത് ഭഗവാൻ വാസുദേവ കൃഷ്ണ അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താനും പ്രസന്നതപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ഭക്തിക്കും വേണ്ടിയാണ്. ജീവിതത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും കൃഷ്ണനാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാൻ വാസുദേവന്റെ അഥവാ കൃഷ്ണന്റെ ഭക്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ചോദ്യം എന്താണ്? വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വൈ കൃഷ്ണ? ഇപ്പൊ പലരും നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് കൃഷ്ണൻ, എന്തുകൊണ്ട് അയ്യപ്പനല്ല, എന്തുകൊണ്ട് ഗണപതി അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമ്മൾ ഭാഗവതം അനുസരിച്ചാണ് ചെയ്യുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന ആരെ പൂജിക്കണം അവരെ പൂജിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ രത്ന ചുരുക്കം അഥവാ കൺക്ലൂഷൻ മാത്രമല്ല, അതാണ് മുഴുവൻ മാനവരാശിക്കും പൊതുവായിട്ട് ഹിതമായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ഇപ്പൊ മറുപടി ഏതാണ്ട് കംപ്ലീറ്റ് സൂതഗോസ്വാമി കൊടുത്തിട്ട് ഇനി 3-4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആരംഭിക്കാം. 3-4 ചോദ്യം എന്താണ്? ആർക്കും ഓർമ്മയുണ്ടോ? 3-4 ചോദ്യം ഓർമ്മയില്ല? ഓക്കെ, മൂന്നാമത്തെ ചോദ്യമായിരുന്നു, ആർക്കുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. പുരുഷാവതാരത്തെക്കുറിച്ചും 4ാമത്തെ ചോദ്യം ലീലാവതാരത്തെക്കുറിച്ചുമായിരുന്നു. ഇപ്പൊ സൂതഗോസ്വാമി ആദ്യം 4ാമത്തെ ചോദ്യത്തിന് ഉത്തരവാണ് പറയുന്നത്. 3ാമത്തെ ചോദ്യം ലീലാവതാരത്തിന് പിന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ പുരുഷാവതാരങ്ങൾ ഏതൊക്കെയാണ്? പുരുഷാവതാരങ്ങൾ 1 കാരണോകദശായി വിഷ്ണു, 2 ഗർഭോദകശായി വിഷ്ണു, 3 മൂന്നാമത്തേത് ക്ഷീരോദകശായി വിഷ്ണു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. അപ്പോൾ കാരണോദകശായി വിഷ്ണുവാണ് നമ്മൾ മഹാവിഷ്ണുവായിട്ട് പറയുന്നത്. അപ്പം ഇത് ഭഗവാൻ കൃഷ്ണന്റെ ഒരു എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷൻ വരുന്നത് ഡയറക്റ്റ് അല്ല. ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇടതുവശത്തു നിന്ന് രാധാറാണിയും വലതുവശത്തു നിന്ന് സംഘർഷനുമാണ്. ആ സംഘർഷൻ 4 എക്സ്പാൻഷൻ വീണ്ടും ഉണ്ട്. അനിരുദ്ധൻ, പ്രത്യുപ്തൻ, വാസുദേവൻ, സംഘർഷൻ. ആ സംഘർഷനിൽ നിന്നുമാണ് വീണ്ടും ഉള്ള എക്സ്പാൻഷനാണ് കാരണോദകശായി വിഷ്ണു. എന്തുകൊണ്ടാണ് കാരണോദകശായി വിഷ്ണു പറഞ്ഞത്? കാരണ സമുദ്രത്തിൽ ശയിക്കുന്നതുകൊണ്ടാണ് കാരണോദകശായി വിഷ്ണു എന്ന് പറയുന്നത്. ഈ വിഷ്ണു എപ്പോഴും യോഗനിദ്രയിലാണ്. അതാണ് മഹാവിഷ്ണു. കാരണോദകശായി സമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണുവിന്റെ ഉച്ഛ്വാസ നിശ്വാസത്തിൽ നിന്നും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടും. അനന്തകോടി ബ്രഹ്മാണ്ടം, അതിനൊരു കണക്കുമില്ല. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് ഒന്നുമില്ല, അത് വെറും കാലിയാണ്. അതായത് നമ്മളിപ്പോ ഒരു ബലൂൺ വീർപ്പിച്ചു കഴിഞ്ഞാൽ അകത്തൊന്ന് കാറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ബ്രഹ്മാണ്ടത്തിൽ കാറ്റുമില്ല, വായുവില്ല, യാതൊന്നുമില്ല. ഈ കാരണോദകശായി വിഷ്ണു സ്വന്തമായിട്ട് വീണ്ടും എക്സ്പാൻഷൻ ആകും. അതാണ് ഗർഭോദകശായി വിഷ്ണു. അദ്ദേഹം ഗർഭോദകശായി വിഷ്ണു എന്ന് വിളിക്കാൻ കാരണം, അദ്ദേഹം അതായത് കാരണോദകശായിയുടെ എക്സ്പാൻഷനായ ഗർഭോദകശായി വിഷ്ണു ഓരോ ബ്രഹ്മാണ്ടത്തിലും പ്രവേശിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളത് കൊണ്ട് അനേക കോടി ഗർഭോദകശായി വിഷ്ണു ഉണ്ട്. അപ്പൊ ഗർഭോദകശായി വിഷ്ണു ഒരു ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിച്ചു കഴിയുമ്പം ആ ബ്രഹ്മാണ്ടത്തിൽ യാതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വിയർപ്പിൽ നിന്നും ആ ബ്രഹ്മാണ്ടത്തിന്റെ പകുതി സമുദ്രമാക്കും. അതിനാണ് ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത്. ആ ഗർഭോദകശായി വിഷ്ണു ഗർഭോദക സമുദ്രത്തിൽ ശയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പൊക്കിൾക്കടിയിൽ നിന്നും വരുന്ന താമര, ആ താമരയിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. ആ താമരയുടെ തണ്ടിനകത്താണ് ഈ 14 പ്ലാനറ്ററി സിസ്റ്റം. ഏത് 14? 6 താഴെയുള്ളതും നമ്മുടെ ഭൂമിയും മേളിലുള്ള 7, 14, ഈ 7 14 ലോകം എന്ന് കേട്ടിട്ടില്ല. ഈ 14 ലോകങ്ങൾ എവിടെയാണ്? ഗർഭോദകശായി വിഷ്ണുവിന്റെ പൊക്കിൾക്കൊടിയിൽ നിന്ന് വരുന്ന താമരയുടെ തണ്ടിനകത്താണ് നിൽക്കുന്നത്.
ആ താമരയുടെ മുകളിലാണ് ബ്രഹ്മാവ്. ഇവിടെ ഒരു ബ്രഹ്മാണ്ടത്തെ നമ്മൾ മാത്രം എടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാം വിട്ടാൽ. ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? കാർണവദശായി വിഷ്ണുവിന്റെ ഉച്ഛ്വാസം ഒരു ബ്രഹ്മാണ്ടം വന്നു. ആ ബ്രഹ്മാണ്ടം കാലിയായിരുന്നു. അതിനകത്തോട്ട് ഗർഭോപദേശായി വിഷ്ണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് പകുതി സമുദ്രമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ വിയർപ്പ് കണങ്ങളിൽ നിന്നും. ആ സമുദ്രത്തിൽ അദ്ദേഹത്തിന്റെ പൊക്കിൽക്കൊടിയിൽ നിന്ന് ഒരു താമര വിരിയുന്നു. ആ താമരയുടെ മുകളിൽ ഏറ്റവും മുകളിൽ ബ്രഹ്മാവ് ജനിക്കുന്നു. ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ്. പിന്നെ അതിനകത്ത് 14 ലോകങ്ങളിലും അതിനകത്ത് ഓരോ ലോകത്തും ഓരോ ജീവികളുടെയും കർമ്മം അനുസരിച്ച്, അവരുടെ പ്രവർത്തികൾ അനുസരിച്ച് അവർക്ക് ഓരോ പ്ലാനറ്റിലും ഓരോ ഗ്രഹത്തിലും ജീവൻ പ്രദാനം ചെയ്യും. അപ്പൊ ഈ ജീവൻ അകത്ത് പരമാത്മ രൂപത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഈ ഗർഭോപദേശ, അതായത് കൃഷ്ണനിൽ നിന്ന് മഹാവിഷ്ണു വന്നു. അതിന്റെ ഇടയ്ക്കുള്ള ഞാൻ വിട്ടു, ചതുർകുമാർ അതൊക്കെ വിട്ടു, 4 അവതാരം അത് വിട്ടു ഞാൻ. നേരെ നമ്മള് കാർണവദശായി വിഷ്ണുവിൽ വന്നു. കാർണവദശായി ഗർഭോപദേശായി വിഷ്ണു വന്നു. ഗർഭോപദേശായി നിന്നും ബ്രഹ്മാണ്ടത്തിനകത്ത് വന്ന ഓരോ ജീവികളുടെ ഉള്ളിൽ പരമാത്മാ രൂപത്തില് ഭഗവാൻ പ്രവേശിക്കുന്നു. ഈ ഓരോ ബ്രഹ്മാണ്ടത്തിലും പിന്നീട് ക്ഷീരസമുദ്രത്തിനകത്ത് ഒരു വിഷ്ണു സഹിക്കുന്നു. അതാണ് ക്ഷീരോകദശായി വിഷ്ണു. ഈ ക്ഷീരോകദശായി വിഷ്ണു തന്നെയാണ് ഓരോ ജീവാത്മാവിന്റെ ഉള്ളിൽ പരമാത്മാ രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. ഈ ക്ഷീരോകദശായി വിഷ്ണുവിന്റെ അടുക്കൽ അവിടെ വരെ മാത്രമേ ദേവീ ദേവതമാർക്ക് എൻട്രി ഉള്ളൂ. അവിടെയും പോകത്തില്ല അവര് ക്ഷീരസമുദ്രത്തിന്റെ ഒരറ്റത്ത് നിന്നിട്ട് പുരുഷ സൂക്തം കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ പ്രകടമാക്കി കൊടുക്കുകയാണ് അവരുടെ ആവശ്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ. നേരിട്ട് അവിടെ പോകുന്നില്ല. അത് സീരിയലിലും സിനിമയിലും മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ മഹാവിഷ്ണു ഒന്നേ ഉള്ളൂ. ഗർഭോദശാവൻ അനന്തകോടി, ക്ഷീരോകദശായി വിഷ്ണു ഒന്നേ ഉള്ളെങ്കിലും ശരി, അനന്തകോടി എക്സ്പാൻഷൻ ഉണ്ട്. കാരണം എല്ലാവരുടെയും ശരീരത്തിനുള്ളിൽ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന അദ്ദേഹമാണ്. ആരാണ്? ക്ഷീരോകദശായി വിഷ്ണു. അപ്പൊ ഇപ്രകാരം ഓരോ പ്ലാനറ്റിലും അതനുസരിച്ചുള്ള ജീവജാലങ്ങൾക്ക് ബ്രഹ്മ സൃഷ്ടി ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ വിഷ്ണു, അല്ലെങ്കിൽ ഗർഭോപദേശായി വിഷ്ണു. പിന്നീട് വരുന്നതാണ് ക്ഷീരോകദശായി വിഷ്ണു. അപ്പം ഹൃദയത്തിനുള്ളിൽ ഭഗവാൻ ക്ഷീരോകദശായി വിഷ്ണുവായിട്ട് പ്രവേശിക്കുന്നു പറഞ്ഞത് ഭഗവത്ഗീതയിൽ ഒരുപാട് ശ്ലോകത്തിൽ പറയുന്നുണ്ടെന്ന്. ഈശ്വര സർവഭൂതാന ഹൃദയശ അർജുന തിഷ്ഠതി ബ്രഹ്മൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായ. അർജുന, പരമപുരുഷൻ എല്ലാവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ത്രീ എന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ ഗീതയിൽ പറയുന്നതാണിത്. പരമപുരുഷൻ എല്ലാവരുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ആ കുടികൊള്ളുന്നതാണ് ക്ഷീരോകദശായി വിഷ്ണു. 15-ാം അധ്യായത്തിലും പറയുന്നുണ്ടല്ലോ, സർവസ്യജാതം ഹൃദയ സന്നിവിഷ്ടോ, എല്ലാവരുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് 3 പുരുഷാവതാരങ്ങൾ. ഏതൊക്കെയാണ്? കാർണോകദശായി വിഷ്ണു, ഗർഭോകദശായി വിഷ്ണു, ക്ഷീരോകദശായി വിഷ്ണു. ഒന്നുകൂടി പറയാം. ഭഗവാന്റെ എക്സ്പാൻഷൻ കാർണോകദശായി വിഷ്ണു കാരണോക സമുദ്രത്തിൽ ശയിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉച്ഛ്വാസം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഭഗവാൻ പ്രവേശിക്കുന്നു. അവനകത്ത് പകുതി സമുദ്രമാക്കി മാറ്റുന്നു. ആ സമുദ്രത്തിന് ഗർഭോദക സമുദ്രം എന്ന് പറയുന്നു. അതിൽ ഗർഭോദകശായി വിഷ്ണുവായിട്ട് ശയിക്കുന്നു. അദ്ദേഹത്തിന്റെ പൊക്കിൾക്കൊടിയിൽ നിന്നും 14 പ്ലാനറ്ററി സിസ്റ്റം ബ്രഹ്മാവും സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ ഓരോ ജീവജാലങ്ങളുള്ളിൽ ഹൃദയത്തിലും പ്രവേശിക്കുന്നു. അവിടെ തന്നെ ഓരോ ക്ഷീരസമുദ്രത്തിൽ ഭഗവാൻ ശയിക്കുന്നു. അതുകൊണ്ട് ക്ഷീരോകദശായി വിഷ്ണു എന്ന് പറയുന്നു. ആ വിഷ്ണുവാണ് ഓരോ ജീവാത്മാന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് പുരുഷാവതാരത്തിനെ കുറിച്ചാണ്. പക്ഷെ രസകരമായ ചോദ്യം പറഞ്ഞ മൂന്നാമത്തെ ചോദ്യം, നമ്മള് ആദ്യത്തെ 2 ചോദ്യം ഉത്തരം പറഞ്ഞായിരുന്നു. ഏതായിരുന്നു? മാനവരാശിയുടെ പൊതുവായിട്ടുള്ള ഹിതകരമായിട്ടുള്ള കാര്യം എന്താണ്? എല്ലാ ശാസ്ത്രങ്ങളിലെയും സാരം എന്താണ്? 1ഉം 2ഉം ചോദ്യം. 4ഉം 5ഉം ആണ് പുരുഷാവതാരം, ലീലാവതാരം. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദേവകിയുടെ പുത്രനായിട്ട് ഭഗവാൻ എന്തിനാണ് വന്നത്? കറക്റ്റ്. മൂന്നാമത്തെ ചോദ്യം, ദേവകി പുത്രനായിട്ട് കൃഷ്ണൻ എന്തിനാണ് വന്നത്? പക്ഷെ മൂന്നാമത്തെ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ 5ാമത്തെ പറയുന്നു. നാലാമത്തെ കാരണം അതൊരു നമുക്ക് ലോജിക്കാണ്. സൂതഗോസ്വാമിയെ അവര് ചോദിച്ചു, ശൗനകാദികൾ എങ്ങനെയാലും ചോദിച്ചെങ്കിലും സൂതഗോസ്വാമിയെ മറുപടി പറയുമ്പം
ആ ക്രമം അനുസരിച്ച് പറയാണ്. ആദ്യം സൃഷ്ടി ഉണ്ടായതിനു ശേഷമല്ലേ കൃഷ്ണൻ അവിടെ വന്നത്, ദേവകിയുടെ പുത്രനായിട്ട് വന്നത്. സൃഷ്ടി ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ദേവിയുടെ പുത്രനായിട്ട് എങ്ങനെ ഭഗവാൻ വരുന്നത്? അപ്പൊ ആദ്യം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പിന്നെ കൃഷ്ണൻ ദേവകിയുടെ പുത്രനായിട്ട് ഇവിടെ വന്നത്. അപ്പൊ സൃഷ്ടിക്ക് ശേഷമാണ് ഈ ഭൗതിക ലോകം ഉണ്ടായത്. ഭൗതിക ലോകം ഉണ്ടായതിനു ശേഷമാണ് ദേവകിയും വസുദേവരും വന്നത്. അതിനുശേഷമാണ് കൃഷ്ണൻ വന്നത്. അപ്പൊ അവതാര ഉദ്ദേശം വർണ്ണിക്കാമെന്ന് പിന്നീട് വർണ്ണിക്കാമെന്ന് സൂതഗോസ്വാമി ഉദ്ദേശിക്കാനുള്ള കാരണം ഇതാണ്. ഞാൻ ആദ്യം സൃഷ്ടിയെക്കുറിച്ച് പറയാമെന്ന്. അപ്പം ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയണം. അതായത് ദേവകി പുത്രനായിട്ട് കൃഷ്ണൻ വന്നത് എന്തിനാണ് ഈ ഭൗതിക ലോകത്ത് വന്നെന്നായിരുന്നു. ഇവിടെ നമ്മൾ ഒന്നുകൂടെ ആ ചോദ്യം ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ചോദ്യം എന്താണ്? കൃഷ്ണൻ എന്തിനാണ് ദേവകി പുത്രനായിട്ട് വന്നത്? ദേവകിയുടെ ഗർഭത്തിൽ ദേവകിയുടെ പുത്രനായിട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം ദേവകിയുടെ ഗർഭത്തിൽ വന്ന എന്തിനാ വേറെ ആരുടെങ്കിലും ഗർഭത്തിൽ വന്നാൽ പോയില്ലെന്നല്ല ചോദ്യം. എന്തിനാണ് കൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിൽ വന്നത്? അതാണ് ആ ചോദ്യത്തിന്റെ കാതല്. അല്ല തെറ്റിദ്ധരിക്കരുത്. ദേവകി പുത്രനായിട്ട് വന്നത്, ദേവകി എന്തിനാ പുത്രനായിട്ട് വന്നത്? രോഹിണിയുടെ പുത്രനായിട്ട് വന്നപ്പോൾ അങ്ങനല്ല ചോദ്യം. ചോദ്യം ഇതാണ്, ഭഗവാൻ എന്തിനാണ് ഭൗതിക ലോകത്ത് വന്നത്? കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് വന്ന എല്ലാ അവതാരങ്ങളായിരുന്നു. നരസിംഹനായാലും വാമദേവനായാലും പിന്നെ കൂർമ്മമായാലും മത്സ്യമായാലും ഇതെല്ലാം അവതാരങ്ങളായിരുന്നു. ഈ അവതാരങ്ങൾക്കെല്ലാം ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഏത് അവതാരം എടുത്തോ അവതാരത്തിന് സ്പെസിഫിക് ആയിട്ടൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നരസിംഹ ഭഗവാൻ എന്തിനാ വന്നത്? പ്രഹ്ലാദ് മഹാരാജനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെ? അങ്ങനെ വരാഹത്തിന്റെ കൂർമ്മത്തിന്റെ ഒക്കെ നമുക്കറിയാം. ഓരോ അവതാരവും വാമദേവൻ വന്ന എന്തായിരുന്നു? ബലി മഹാരാജുവിനെ കൃപ കൊടുക്കാൻ, അദ്ദേഹത്തിന് ബ്ലെസ്സിങ്സ് കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ഓരോ അവതാരത്തിനും ഒരു ഉദ്ദേശമുണ്ട്. കൃഷ്ണാവതാരത്തിന് ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാൻ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ബലിത്രാണായ സാധുവിനെ അതൊക്കെ പറയണ്ട, അത് ടീക്കേ, അതിന് ഭഗവാൻ പറയേണ്ട ആവശ്യമില്ല, ആരെങ്കിലും വിട്ടാലും മതിയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ശൗനകാദികളുടെ ഉള്ളിൽ ഒരു സംശയം, ഭഗവാൻ സ്വയം എന്തിനാ വന്നേ? ആരെങ്കിലും വിട്ടപ്പറയും. ഇതുപോലെ ഏതെങ്കിലും അവതാരങ്ങൾ വിട്ടപ്പോരായിരുന്നോ? സ്വയം ഗോലോക വൃന്ദാവനത്തിന് ഇവിടെ എന്തിനു വന്നു? അതാണ് ചോദ്യം. അപ്പം ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഒറ്റ വരിയിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൗതിക ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്ന ബദ്ധ ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഒറ്റ സെന്റൻസിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ സ്വയം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടുള്ള അകമഴിഞ്ഞ കൃപ അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കഷ്ടപ്പെടുന്നത് ഭഗവാന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഭഗവാൻ പലരെ അയച്ചു. പല യുഗങ്ങളിൽ പലര് വന്നു, ഗ്രന്ഥരൂപത്തിൽ വന്നു. എന്നിട്ടൊന്നും നമ്മൾ നന്നാകുന്നില്ല. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ സുഖലോലുപം അനുസരിച്ച്, നിങ്ങൾ ആ ഇന്ദ്രന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ? ഇന്ദ്രൻ ഒരിക്കലും ശാപം കിട്ടി പന്നിയായിട്ട് വന്ന കഥ എല്ലാവർക്കും അറിയാമല്ലോ. അറിയാമാത്തൊരാരും ഇല്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പം ആ പന്നിയുടെ ശരീരത്തിൽ പോലും ഇന്ദ്രൻ സുഖം കാണുകയായിരുന്നു. ഇത് നമ്മൾ മനുഷ്യ ശരീരത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ എല്ലാം മറന്ന ഒരു മോഹാവസ്ഥയിൽ ഈ ഭൗതിക ലോകത്തിലെ ദുഃഖങ്ങൾ അനുഭവിച്ച് ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാൻ ഇവിടെ വന്നത്. ഭഗവാന്റെ ലീലകൾ അത്ര ദിവ്യ ലീലകളാണ്. കൃഷ്ണന്റെ കൂട്ടുള്ള ദിവ്യലീലകൾ വേറെ ആർക്കും ഇല്ല, ഒരു അരവതാരങ്ങൾക്കും ഇല്ല. ഈ ദിവ്യ ലീലകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കൃഷ്ണനോടൊരു ആകർഷണം തോന്നും, കൃഷ്ണനോട് സ്നേഹം തോന്നും. കൃഷ്ണന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഇനി ആർക്കായാലും ശരി, ഒരു ആ പുഞ്ചിരിക്കുന്ന മുഖം, ഒരു ജർമ്മൻ ഒരാൾ ഇങ്ങനെ വന്ന് ഇവിടെ എല്ലാം കറങ്ങിയിട്ട് പറഞ്ഞല്ലോ, ഹീസ് ദി ഗോഡ്, ദൈവം അന്വേഷിച്ചാണ് ഈ ലോകത്താണ്, കൃഷ്ണനാണ് ദൈവം. കാരണം പുഞ്ചിരിച്ചുകൊണ്ട് ഓടക്കുള്ളിൽ കൊണ്ടേക്ക് ഒരു ടെൻഷനും ഇല്ല. ബാക്കിയുള്ളൊരു കോടാലിയും വെട്ടോത്തിയും വാളും പരിചയക്കെട്ട് നടക്കുന്നത്, ഇത് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. ബിക്കോസ് ഈ സുപ്രീം ലോഡ്. അപ്പൊ കൃഷ്ണൻ നമ്മളുടെ ദുഃഖം കണ്ട് സഹിക്കാൻ വയ്യാതെ ഈ ഭൗതിക ലോകത്തിൽ വരുമ്പം ഭഗവാൻ പലതരത്തിലുള്ള ലീലകൾ ഈ ഭൗതിക ലോകത്തിൽ കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് വൃന്ദാവൻ ലീല. വൃന്ദാവൻ ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമ്മളെ, അതായത് എന്താ പറയാ, നമ്മുടെ ഈ ആധ്യാത്മിക ലോകത്തെ നിത്യലീലയുടെ ഒരു ചെറിയൊരു ക്ലിപ്പാണ്. ക്ലിപ്പെന്നും പറയാൻ പറ്റില്ല, അതിന് പറ്റിയൊരു വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പെട്ടെന്ന് ആ വാക്ക് കിട്ടുന്നില്ല, ഇംഗ്ലീഷ് വാക്കാണ്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടെ പറ. അത് വെറും പിന്നെ ഒറിജിനൽ അല്ല, വെറും ഒരു ഝലക്കം നമ്മൾ പറയും ഇന്ത്യയില്, അതാണത്. അത് കണ്ടിട്ട് നമുക്ക് ആകർഷണം തോന്നിയിട്ട് അപ്പൊ മൂലവൃന്ദത്തിൽ എന്തായിരിക്കും ഭഗവാൻ ഇവിടെ ലീലയും, ആ നിത്യലീലയിൽ പോകാൻ വേണ്ടി ഭഗവാന്റെ ലീലകൾ കണ്ടിട്ട് ആകർഷണം തോന്നി നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, ഭാഗവതം വായിക്കണം, ഗീത കേൾക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭക്തിലതയുടെ ബീജ് അങ്കുരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ആ അവസ്ഥ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ സ്വയം വരുന്നത്. അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോൾ രണ്ടാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ്.
രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? ഭഗവാന്റെ പുരുഷാവതാരവും ഭഗവാന്റെ എന്തിനാണ് ഈ ഭൗതിക ലോകത്തിൽ വന്നതെന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ മൂന്നാമത്തെ അധ്യായത്തിൽ സുഗത ഗോസ്വാമി പുരുഷാവതാരത്തെ കുറച്ചുകൂടി വിശദമാക്കുന്നുണ്ട്. ഒപ്പം അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരവ് നൽകുന്നുണ്ട്. അഞ്ചാമത്തെ ചോദ്യം എന്തുവാണ്? ലീലാവതാരത്തെ കുറിച്ചാണ്. അപ്പൊ അഞ്ചാമത്തെ ചോദ്യം ലീലാവതാരത്തെ കുറിച്ചായിരുന്നു. പുരുഷാവതാരം 3 മാത്രമെങ്കിൽ ലീലാവതാരം എണ്ണമറ്റതാണ്. പുരുഷാവതാരം 3 ഉള്ളൂ. ഞാനിപ്പോ പറഞ്ഞ കാരണോപദേശായ വിഷ്ണു, ഗർഭോപദേശായ വിഷ്ണു, ക്ഷീരോപദേശായ വിഷ്ണു. ലീലാവതാരം എന്ന് പറഞ്ഞാൽ എണ്ണമറ്റതാണ്. അതിനകത്ത് സൂത ഗോസ്വാമി ഏറ്റവും ഇമ്പോർട്ടന്റ് 22 അവതാരത്തെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ മൂന്നാമത്തെ അധ്യായം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. സനത് കുമാരെ കുറിച്ച് പറയുന്നുണ്ട്, വരാഹവതാരത്തെ കുറിച്ചുണ്ട്, നാരദ മുനിയെ കുറിച്ചുണ്ട്, നരനാരായണ ഋഷിയെ കുറിച്ച് പറയുന്നുണ്ട്, കപില മുനിയെ കുറിച്ചുണ്ട്, മത്സ്യ കൂർമ്മ വരാഹവതാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, ധന്വന്തി അവതാരത്തെ കുറിച്ചുണ്ട്, നരസിംഹാവതാരത്തെ കുറിച്ചുണ്ട്, മോഹിനി, രാമ, വേൽരാമ എല്ലാരെ കുറിച്ചും പറയുന്നുണ്ട്. 22 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. അതിനകത്തെല്ലാം ഒരു വരി 2 വരിയായിട്ടേ സൂത ഗോസ്വാമി പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ അവതാരത്തെ കുറിച്ച് ഇനിയും ഭാഗവതം മൊത്തം അവസാനം വരെ വളരെ വിശദമായിട്ട് വരുന്നുണ്ട്. നരസിംഹാവതാരത്തെ കുറിച്ചും വരാഹവതാരത്തിനെ കുറിച്ചും ഓരോ അവതാരത്തിനെ കുറിച്ചും വിശദമായിട്ട് പിന്നീട് വരുന്നത് കൊണ്ട് അദ്ദേഹം 1 വരി 2 വരിയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ അവതാരങ്ങളുടെ എല്ലാം വിവരണം നൽകിയതിനു ശേഷം 28 അതിനെ ഈ 22 അവതാരങ്ങളിൽ 10 കൃഷ്ണനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബൽറാം കൃഷ്ണ ഒന്നിച്ചാ പറഞ്ഞത്, കൃഷ്ണ ബൽറാമായിട്ട് വന്നു എന്നുള്ളത്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു അദ്ദേഹം. പറഞ്ഞതിന് ശേഷം 28ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഏതേദംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലൻ ലോകം മൃഡയന്തി യുഗേ യുഗേ. അതിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഏതേസ് അംശ കലാപുംസ, ഈ പറഞ്ഞതൊക്കെ മുകളിൽ പരാമർശിച്ച എല്ലാ അവതാരങ്ങളും അംശങ്ങളാണ്. അംശം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മെയിന്റെ ഒരു ചെറിയ ഭാഗമാണ്. കല എന്ന് പറഞ്ഞ അംശത്തിന്റെ അംശമാണ്. അതായത് ഒന്നുകിൽ അത് ഭഗവാന്റെ പൂർണ്ണ ഭാഗങ്ങളുടെ ഭാഗങ്ങളോ ആണ്. എന്നാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, പരിപൂർണ ഭഗവാൻ ആരാണ്? കൃഷ്ണൻ. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് എവിടെയാ എഴുതിയിരിക്കുന്നത്, കൃഷ്ണനിൽ നിന്നാണോ വിഷ്ണു വന്ന്, വിഷ്ണു നിന്നാണോ കൃഷ്ണ വന്ന്, ഇതൊക്കെ പറയാം. ഈ ശ്ലോകം 1:3:28 കാണാൻ പഠിച്ചു വെക്കുക. ഏകദേശം കലാപുംസ കൃഷ്ണത്വ ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുല ലോകം രടയന്തി യുഗയുഗ. സ്വയം ഭഗവാൻ എന്ന് പറയുന്നത് കൃഷ്ണ. അപ്പൊ എന്തിനാ ഭഗവാൻ ഇന്ദ്രാരി വ്യാകുല ലോകം എന്തിനാ വരുന്നേ? ഇന്ദ്ര അരി വ്യാകുലം ലോകം. ചോദ്യം എന്തായിരുന്നു? എന്തിനാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്? ഇന്ദ്ര എന്ന് പറഞ്ഞാൽ രാജാവ് എന്നൊരർത്ഥമുണ്ട്. നമുക്കറിയാം ദേവേന്ദ്രനെ നമ്മൾ ദേവന്മാരുടെ രാജാവാണ് ദേവേന്ദ്രനെ വിളിക്കുന്നത്. ഇതിന്റെ അർത്ഥം കൃഷ്ണഭക്തരെയാണ്. അരി എന്ന് പറഞ്ഞാൽ ശത്രു. ഇന്ദ്ര അരി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തരുടെ ശത്രു. ഇന്ദ്രാരി വ്യാകുലം, ആ ഭക്തന്മാരെ ഇല്ലാതാക്കി ലോകത്തിന്റെ വ്യാകുലം മാറ്റി മൃഡയന്തി യുഗേ യുഗേ. ഭഗവാൻ എല്ലാ യുഗങ്ങളിലും ഈ ഭൗതിക ലോകത്തിൽ വരുന്നു സ്വയം. അപ്പൊ ഈ അവതാരങ്ങളെല്ലാം, അതായത് ഈ ലീലാവതാരങ്ങളെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? 22 ലീലാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? 22 ലീലകൾ വരുന്നത് എവിടെ നിന്നാണ്? കൃഷ്ണനിൽ നിന്നല്ല. ഗർഭോദകശായി വിഷ്ണു എന്നോ അല്ലെങ്കിൽ ക്ഷീരോദകശായി വിഷ്ണു എന്നാണ് വരുന്നത്. അവിടം വരെ കൃഷ്ണടുക്ക് വരെ പോകേണ്ട ആവശ്യമില്ല. ഈ മഹാവിഷ്ണുടുക്ക് വരെ പോകേണ്ടത് ആവശ്യമില്ല. എന്നാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണൻ ഗർഭോപദേശ വിഷ്ണു എന്നോ ക്ഷീരോദേശ വിഷ്ണു എന്നോ അല്ല വരുന്നത്. പിന്നെയോ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ബാക്കി അവതാരങ്ങളൊക്കെ വന്നത് ഗർഭോപദേശ വിഷ്ണു എന്നോ ക്ഷീരോപദേശ വിഷ്ണു എന്നോ ആണ്. ബട്ട് കൃഷ്ണൻ വന്നതോ ആരിൽ നിന്നും അല്ല. കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഹീസ് ദി സുപ്രീം ലോഡ്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ 3 പുരുഷാവതാരങ്ങളെ കുറിച്ച് പറഞ്ഞത് കാരണോപദേശ വിഷ്ണു, ഗർഭോപദേശ വിഷ്ണു, ക്ഷീരോപദേശ വിഷ്ണു, അതും വന്നതിന് അതിന്റെ സോഴ്സ് എന്തുവാണ്? കൃഷ്ണനാണ്. പരം സോഴ്സ് കൃഷ്ണനാണ്. അതായത് വിശദമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ അവതാരങ്ങളും വരുന്നത് ഗർഭോപദേശ വിഷ്ണുവോ ക്ഷീരോപദേശ വിഷ്ണു എന്നാണ്. എന്നാൽ കൃഷ്ണൻ അങ്ങനെയല്ല. കൃഷ്ണൻ അവരിൽ നിന്നൊക്കെ ഒത്തിരി മുകളിലാണ്. അവർ വന്നതെല്ലാം കൃഷ്ണനിൽ നിന്നാണ്. ഭഗവത്ഗീതയിലെ പല ശ്ലോകങ്ങളിലും ഭഗവാൻ താനാണ് എല്ലാത്തിനും സോഴ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ ശ്ലോകം 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ 28ാമത്തെ ശ്ലോകം, ഏതേദംശ കലാപുംസ എന്നുള്ള ശ്ലോകം, ഇത് ശ്രീമദ് ഭാഗവത്തിന്റെ ഏറ്റവും കീ ശ്ലോകമായിട്ടാണ് ജീവഗോസ്വാമി ഒരു കമന്ററിൽ എഴുതിയിരിക്കുന്നത്. 1:3:28. അതുകൊണ്ടാണ് എല്ലാം കാണാൻ പഠിക്കണമെന്നത്. ഈ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഭഗവത്തിലെ 18,000 ശ്ലോകത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു
വാസുദേവ പര വേദ. എല്ലാ അറിവിന്റെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃഷ്ണ വാസുദേവനെ അറിയുക എന്നുള്ളതാണ്. ശ്രീമദ് ഭാഗവത്തിന്റെ 18,000 ശ്ലോകങ്ങളിലെയും സാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണ ഈസ് ദി സുപ്രീം ലോർഡ്. അത് 28ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇപ്രകാരം ശവനാദികളുടെ 5ാമത്തെ ചോദ്യം, അതായത് ലീലാവത്തെ കുറിച്ച് സൂര്യഗോസ്വാമി ഉത്തരം നൽകി. അപ്പം ഈ അവതാരങ്ങളെ കുറിച്ചെല്ലാം ഭഗവാന്റെ ലീലകളെ കുറിച്ച് മനസ്സിലാക്കുന്ന ആർക്കാണ് യോഗ്യത എന്ന് സൂര്യഗോസ്വാമി വർണ്ണിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു ശ്ലോകത്തിലോ 2 ശ്ലോകത്തിലോ വിരാട് രൂപത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിരാട് രൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരമല്ല, അതൊരു ഇമാജിനറി ഫോമാണ്. അതിനെക്കുറിച്ച് ഭാഗവത്തിലെങ്ങും വളരെ വർണ്ണനയൊന്നും വന്നിട്ടില്ല. ഇമാജിനറി ഫോം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവതാരം ഭഗവാനിൽ അങ്ങനത്തെ രൂപമില്ല, അങ്ങനത്തെ ഇതുമില്ല. അതിനെ വർണ്ണിച്ചിരിക്കുന്നത് എന്തിനു പറഞ്ഞ ഭഗവാൻ കാണിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യാതൊരുവിധ ഭക്തിയും ഇല്ലാത്ത മനുഷ്യർക്ക് ഈ പ്രകൃതിയെ കാണുമ്പോൾ, മരങ്ങളെ ഭഗവാന്റെ രോമമായിട്ടും നദിയെ ഭഗവാന്റെ വിയർപ്പുകളായിട്ടും അങ്ങനെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നുണ്ട് വിരാട് രൂപത്തില്. അത് കാണുമ്പോ ഭഗവാനെ ഓർമ്മിക്കാനെങ്കിൽ അവർക്ക് കഴിഞ്ഞാൽ അവർ കൃഷ്ണനുമായിട്ട് കണക്ട് ആവും. അതായത് യാതൊരുവിധ ഭക്തിയില്ലാത്ത ആൾക്കാരെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് വിരാട് രൂപത്തെ കുറിച്ച്. അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടും ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറുന്നില്ല. അപ്പം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഈ അവതാരങ്ങളെ കുറിച്ചും ഭഗവാന്റെ ലീലാവതാരങ്ങളെ കുറിച്ചും ലീലകളെ കുറിച്ചും ആർക്കാണ് മനസ്സിലാക്കാൻ യോഗ്യത, അതും സൂതഗോസ്വാമി പറയുന്നുണ്ട്. 38ാമത്തെ ശ്ലോകത്തിലാണ്, സവേദധാതു പദവിം പരസ്യ ദുരന്ത വീരസ്യ രഥാംഗപാണേ യോ അമായയ സന്തതയാനുവർത്തിയ ഭജേ തത്പാദ സരോജഗന്ധം. ഞാൻ കുഴപ്പമില്ല. 21-ാം തീയതി എന്നല്ലേ പറഞ്ഞവിടെ? ആരാ അത്? വിജയൻ നായരോ? വിജയൻ നായർ ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. സവേദധാതു പദവിം പരസ്യ, അതായത് ആർക്ക് വിജയൻ നായർ ഇതൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറയും, വീണ്ടും കേട്ടില്ലേ? സവേദധാതു പദവിം പരസ്യ, ആർക്കാണ് ഭഗവാന്റെ ഈ ഗ്ലോറീസ് മനസ്സിലാക്കാൻ യോഗം? ആർക്കാണ്? ഏതാണ് ഭഗവാൻ? രഥാംഗപാണി, ആരാണോ രഥചക്രം കയ്യിലേന്തി വരുന്നത്, അത് മഹാഭാരത യുദ്ധത്തിലെ ആ ഇതാണ് പറയുന്നത്. യോ അമായയ സന്തതയ അനുവൃത്തയ, അതായത് ഏതൊരു വ്യക്തിയാണോ അമായയ, അമായ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ഭൗതിക ആഗ്രഹങ്ങളില്ലാതെ, കണ്ടീഷൻസ് ഇല്ലാതെ, സന്തതയ വിത്തൗട്ട് എൻ ഇൻട്രപ്ഷൻ, ഒരു തടസ്സവും ഇല്ലാതെ, അനുവൃത്തയ പിന്നെ അത് ഫേവറബിൾ ഇന്റന്റ്, അനുകൂലമായിട്ട് തടസ്സമില്ലാതെ, സ്വന്തം താല്പര്യങ്ങളില്ലാതെ ഭഗവാൻ, അതായത് രഥാംഗപാണിയായ ഭഗവാനെ ആരാണോ ഭജിക്കുന്നത്, അതായത് ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ ഈ ലീലകളെ കുറിച്ച് അറിയാൻ അധികാരമുള്ളൂ, അറിയാൻ കഴിയുള്ളൂ. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ശ്ലോകം വളരെ മനോഹരമാണ്. സവേദധാതു പദവിം പരസ്യ ദുരന്ത വീരസ്യ യഥാംഗപാണേ യോ അമായ സന്തത അനുവൃത്തിയ ഭജേത സ്തതപാദ സരോജഗന്ധം. പ്രണാമം പ്രഭു. ഇത് ഏത് അധ്യായത്തിലാണ് പ്രഭു? 2ആണോ? മൂന്നാമത്തെ. രണ്ടാമത്തെ നമ്മൾ തീർന്നു, മൂന്നാമത്തെ ചർച്ച. മൂന്നാമത്തേലും 33ആണോ? 38. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 38. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി, ആ ശ്ലോകം എല്ലാവരും പഠിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഏതൊരു വ്യക്തിക്കാണ് ഭഗവാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം, മനസ്സിലാക്കാനുള്ള കഴിവ് ഭഗവാൻ കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലെയാണോ ഞാനൊരു പരംപൂജ ഹൽദർ സ്വാമി മഹാരാജിന്റെ ഒരു ലെക്ചർ കേൾക്കുമായിരുന്നു. വളരെ മനോഹരമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഒത്തിരി അങ്ങ് ടച്ച് ചെയ്ത കാര്യം. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒരു വ്യക്തി 16 മാല ജപിക്കുന്നു, 4 നിയമങ്ങളും പാലിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ഭാഗവതം കേൾക്കുന്നു, അമ്പലത്തിൽ വരാണ്ട് ഭക്തരുടെ അസോസിയേഷനിലാണ്, പക്ഷെ ദീക്ഷ എടുക്കുന്നില്ല. ദീക്ഷ എടുത്ത ഒരു വ്യക്തിയും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവർ തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം?
ആർക്കെങ്കിലും പറയാൻ ഊഹിച്ച് പറയാൻ കഴിയും? പെട്ടെന്ന് പറയാം. ചോദ്യം മനസ്സിലായല്ലോ? ഒരു ഇനിഷ്യേറ്റഡ് ഡിസൈപ്പിൾ ദീക്ഷ എടുത്ത ഒരു ഭക്തൻ എന്തെല്ലാം ചെയ്യുന്നു അതേ കാര്യങ്ങൾ അതേ മനസ്സോടെ ദീക്ഷ എടുക്കാത്ത ഒരു വ്യക്തിയും ചെയ്യുന്നു. എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ മരണശേഷം അവരുടെ ഗതി രണ്ടുപേരുടെയും ഗതി ഒന്നായിരിക്കും രണ്ടായിരിക്കും? ഹരേ കൃഷ്ണ, എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ? രണ്ടായിരിക്കും. രണ്ടായിരിക്കും. അതെന്തായിരിക്കും? ഹരേ കൃഷ്ണ, പ്രണാമം പ്രഭു. അത് നമ്മൾ ഭഗവാൻ ഗുരുവിന് ആശ്രയം എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുരുവിന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യതയുള്ളൂ. ഗുരുവിന്റെ ആശ്രയം എടുക്കണം നമ്മൾ. ഗുരുവിന് ഈ വ്യക്തി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഗുരുവായിട്ടുള്ള ബന്ധം ഇല്ലല്ലോ. ഗുരുവായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നില്ലല്ലോ പ്രഭു അവിടെ. കണക്ഷൻ ഇല്ല. ഞാൻ പറയാം, മുന്നൂട്ടി ചെയ്തേരെ ഞാൻ പറയാം. നോക്ക്, ഒരു വ്യക്തി ഹരികൃഷ്ണ മന്ത്രം ജപിച്ചാലും ആ വ്യക്തിക്ക് മോക്ഷം കിട്ടും, മുക്തി കിട്ടും. നോ ഡൗട്ട് അറ്റ്. മതം ജപിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്താലും പറ്റും. പക്ഷെ കൃഷ്ണ പ്രേമം കിട്ടത്തില്ല. മോക്ഷം കൊടുക്കും കൃഷ്ണ പ്രേമം കിട്ടത്തില്ല. അങ്ങനെ ശാസ്ത്രത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. ഗുരുക്കളില്ലാതെ മോക്ഷം കിട്ടിയവരും ശാസ്ത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണും. കൃഷ്ണ പ്രേമം കിട്ടണമെങ്കിൽ കൃഷ്ണ പ്രേമിയായ ഒരു ഭക്തന്റെ കൃപ വേണം. അതാണ് ഗുരു. കൃഷ്ണപ്രേമവും മുക്തിയും രണ്ടാണ്, അത് മനസ്സിലാക്കണം. നമ്മൾ കൃഷ്ണ പ്രേമത്തിന് വേണ്ടിയിട്ട് ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ നമ്മൾ ഭക്തി ചെയ്യുന്നത് കൃഷ്ണ പ്രേമത്തിന് വേണ്ടിയിട്ടാണ്. കൃഷ്ണ പ്രേമം നമുക്ക് വേണോ? കൃഷ്ണ പ്രേമിയായ ഒരു ഭക്തന്റെ അഭയം വേണം, ഷെൽട്ടർ വേണം. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുന്നേ ഉള്ളൂ. ആർക്കാണ് ഇത് വായിക്കാം? ആർക്ക് വേണമെങ്കിലും ഭാഗവതം എടുത്ത് വായിക്കാം. ഈസിലി 18,000 ശ്ലോകം കാണാതെയും പഠിക്കാം. ഈ പ്രഭുവിന്റെ ട്രാൻസ്ലേഷനും പർപ്പട്ടും എല്ലാം കാണാതെ പഠിക്കാം. പക്ഷെ അത് ഉൾക്കൊള്ളണമെങ്കിൽ ക്വാളിറ്റി പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കണം? അതായത് ആ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ ഞാൻ വായിക്കാം. രഥചക്രം കയ്യിൽ വഹിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ പാദപത്മങ്ങളിൽ തടസ്സമില്ലാതെ അനുകൂലമായി നിരന്തരം സേവനം ചെയ്യുന്നവർക്ക് മാത്രമേ പ്രപഞ്ച സൃഷ്ടാവിനെ അവന്റെ പൂർണ്ണ മഹത്വത്തിലും ശക്തിയിലും അതീന്ദ്രയിലും അറിയാൻ കഴിയൂ. ഓക്കെ, ഇപ്രകാരം 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതോടൊപ്പം ഭഗവാൻ കൃഷ്ണനാണ് സുപ്രീം ലോർഡ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോഴും ഭഗവാൻ കൃഷ്ണനാണ് സുപ്രീം ലോർഡ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വളരെ നല്ല സ്പഷ്ടമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ് സൂത ഗോസ്വാമി, കൃഷ്ണ ഇത് സുപ്രീം ലോർഡ്. ഇനി അദ്ദേഹം 6ാമത്തെ അവസാനത്തെ ചോദ്യം, അതായത് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പോയപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ പറയാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പ്രണാമം പ്രഭു. പ്രഭു ആ ഇതൊന്നും ഒന്നുകൂടി പറഞ്ഞുതരോ പ്രഭു? എനിക്കത് വണ്ടി പോയതുകൊണ്ട് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. ഏതാ ഏതാന്ന് പറഞ്ഞില്ല, ഏത് പറയണം? ഹരേ കൃഷ്ണ, ആരാ ചോദിച്ചേ? ചോദിച്ചാലും പോയോ? സീതാമാതാജിയാണ് ചോദിച്ചത് പ്രഭു. എന്താ ചോദിച്ചത്? ഏതാന്ന് പറഞ്ഞിട്ടില്ല എനിക്ക്. സീതാമാതാജി പോയോ എന്നിട്ട്? ഇല്ല, നെറ്റ് വല്ലതും പോയി കാണാം. ഇവിടെ ഉണ്ട്. എന്താ ചോദിച്ചേ? കേൾക്കാമോ പ്രഭു? ഹരേ കൃഷ്ണ. ആ പറയൂ. അത് പ്രഭു പറഞ്ഞില്ലേ, കാരണോദായി ഭഗവാന്റെ ഇതിൽ നിന്നാണ് കാരണോദായി വിഷ്ണു വരുന്നത്, ഗർഭോദായി വിഷ്ണു വരുന്നത്, ക്ഷീരോദായി. അവന്റെ ആ ഘടന ഒന്നും കൂടി പറയോ പ്രഭു? നോക്ക്, ആദ്യം കൃഷ്ണന്റെ ഇടതുവശത്തു നിന്നാണ്. അതാണ് നമ്മൾ വാമഭാഗം, പെണ്ണുങ്ങൾ കല്യാണത്തിന് ഇടതുവശത്തിരിക്കുന്നത്. രാധാറാണിയാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആദ്യം ഉണ്ടായത്, റൈറ്റ് സൈഡിൽ നിന്ന് സംഘർഷം.
സംഘർഷൻ 4 എക്സ്പ്ലനേഷൻ, അന്റുറ്റൻ, പ്രത്യുപ്നൻ, വാസുദേവൻ, സംഘർഷൻ. ആ രണ്ടാമത്തെ ആ സംഘർഷന്റെ എക്സ്പാൻഷനാണ് കാരണോക ശായി വിഷ്ണു. കാരണോക സമുദ്രത്തിൽ ശയിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാരണോകശായി വിഷ്ണു എന്ന് പേര് വന്നത്. ആ യോഗനിദ്രയിൽ വസിക്കുന്ന അതാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിന്റെ ഉച്ഛ്വാസ നിശ്വാസം അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. ആ ബ്രഹ്മാണ്ടത്തിൽ ഓരോന്ന് ഒരു ഊതി വീർപ്പിച്ച ബലൂണായിട്ട് സങ്കല്പിക്കുക. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെല്ലാം വിടും. അത് ഒരു ബലൂൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പൊ ഒന്നുമില്ല, കാലിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ കാരണോദകശായി വിഷ്ണു വീണ്ടും വികസിച്ചിട്ട് എക്സ്പാൻഷനായിട്ട് ഗർഭോദകശായി വിഷ്ണുവായിട്ട് അതിനകത്ത് കയറും. വിഷ്ണുവായിട്ടാണ് കയറുന്നത്. ആ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു എന്നാണ്, ഗർഭോദശായി ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ വിയർപ്പിൽ നിന്നും ആ ബ്രഹ്മാണ്ടത്തിന്റെ പകുതി ജലമാക്കി മാറ്റുന്നതാണ് ഗർഭോദക സമുദ്രം. ആ സമുദ്രത്തിൽ ശയിക്കുന്ന അദ്ദേഹത്തിന്റെ പുക്കിൽ നിന്ന് ഒരു താമര വരുന്നു. ആ താമരയുടെ അറ്റത്താണ് ബ്രഹ്മാവ്. ഈ 14 പ്ലാനറ്ററി സിസ്റ്റം, നമ്മുടെ താഴെയുള്ള 6 മധ്യലോകം, മുകളിലുള്ള 7 ലോകം, അതെല്ലാം സുഖത്തിൽ ഇതൊക്കെ അറിയാമല്ലോ. ആ 14 പ്ലാനറ്ററി സിസ്റ്റം ഈ താമര തണ്ടിനകത്താണ്. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തുണ്ട്? ഗർഭോദ സമുദ്രമുണ്ട്, ഗർഭോദശായി വിഷ്ണുവുണ്ട്, ഒരു താമരയുണ്ട്. ആ താമരയ്ക്കകത്ത് 14 പ്ലാനറ്ററി സിസ്റ്റം ഉണ്ട്, ബ്രഹ്മാവുണ്ട്. ഇനി ബ്രഹ്മാവ് ഈ പ്ലാനറ്ററി സിസ്റ്റത്തിൽ ഓരോ ജീവികളുടെയും അർഹത അനുസരിച്ച് കർമ്മഫലം അനുസരിച്ച് സൃഷ്ടി ചെയ്യും. സ്വർഗത്തിൽ പോകേണ്ട സ്വർഗത്തിൽ വിട്ടു, നരകത്തിൽ പോകേണ്ട നരകത്തിൽ വിട്ടു. കാരണം മഹാപ്രളയം ഉണ്ടായപ്പോൾ ഇവരെല്ലാം മഹാവിഷ്ണുവിൽ കയറിയതാണ്, വിഷ്ണുവിൽ കയറിയാണ്. അവർ തിരിച്ചു വരുവാണ്. ഒന്ന് അവർ എവിടേക്കായിരുന്നു അവിടേക്ക് വിടും. പാറ്റയായിട്ടും എലിയായിട്ടും പുലിയായിട്ടും എല്ലാം വിട്ടു. അവരുടെ ഉള്ളിൽ പരമാത്മാ രൂപത്തിൽ കയറുന്നത് ഈ ഗർഭോദശ വിഷ്ണുവിന്റെ അടുത്ത എക്സ്പാൻഷനാണ്. അതാണ് ക്ഷീരോദശായി വിഷ്ണു. അദ്ദേഹം ശയിക്കുന്ന സമുദ്രത്തിന്റെ പേരാണ് ക്ഷീരസമുദ്രം, അല്ലെ ക്ഷീരോദ സമുദ്രം. 3 പുരുഷാവതാരമാണുള്ളത്: കാരണോദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു. കാരണോദശ വിഷ്ണു കാരണസമുദ്രത്തിൽ ശയിക്കുന്നു, ഒരെണ്ണേ ഉള്ളൂ. എത്ര ബ്രഹ്മാവന്തം ഉണ്ട്, അനന്തകോടി ബ്രഹ്മാണ്ടമുണ്ട്, അത്രയും ഗർഭോദശായി വിഷ്ണു ഉണ്ട്. അതിന്റെ 10,000 ഇരട്ടി, കോടി ഇരട്ടി ക്ഷീരോദശായി വിഷ്ണു ഉണ്ട്. ഓക്കെ മാതാജി? ഓക്കെ, താങ്ക് യു പ്രഭു. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പല പ്രാവശ്യം വായിച്ചാൽ നമുക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ, മനസ്സിലാക്കില്ല. വേറെ ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ ഭഗവാൻ നാരായണൻ ആരാണ് പ്രഭുജി? മഹാവിഷ്ണു. മഹാവിഷ്ണു ആണ് നാരായണൻ എന്ന് പറയുന്നത്. പറയുന്ന മഹാവിഷ്ണുവാണ്. പക്ഷെ നമ്മൾ എല്ലാരെയും നാരായണൻ എന്ന് വിളിക്കാറുണ്ട്. ക്ഷേത്രദേശായി വിഷ്ണുവാനാണ്, ഗർഭദേശായി വിഷ്ണുവാണ്. നാരായൺ എന്ന് പറഞ്ഞാൽ ജലത്തിൽ ശയിക്കുന്നതെന്നാണ് എന്റെ അർത്ഥം. ഇവര് 3 പേരും ജലത്തിലാണ് ശയിക്കുന്നത്. മഹാവിഷ്ണു എന്ന് പറയുന്നത് കാരണദശ വിഷ്ണു മാത്രമാണ് മഹാവിഷ്ണു. ഹലോ, ഹരികൃഷ്ണ പ്രഭു. ഹരേകൃഷ്ണ പ്രഭു, ഇതിന്റെ ഒരു റെക്കോർഡിംഗ് ഉണ്ടാവും പ്രഭു? ആ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഇടാറുണ്ടല്ലോ ഗ്രൂപ്പില്. പ്രഭു പറഞ്ഞത് കേട്ടിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല, ഒന്ന് വായിക്കാന്നില്ല ചോദിച്ചേ. ആ ഇതിന്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഈ ഞാൻ എടുത്ത ക്ലാസിന്റെ റെക്കോർഡിങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ഇടും. ആര് നമ്മുടെ ഹരികൃഷ്ണ പ്രഭു ഇടും. അല്ലെങ്കിൽ 3 ദിവസം 1-2 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാകും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ്. എന്റെ നമ്പർ ഇന്ദുമാതയുടെ കയ്യിലുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. ഇല്ലെങ്കിൽ നരോത്തം പ്രഭു നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. പ്രണാം. വൈഷ്ണവരെന്ന് സ്തുതിച്ചേരെ. കൃപാ സിന്ധു നമസ്കാരം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമ പ്രഭു. താങ്ക് യു ഇന്ദുമതി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. കോടി കോടി പ്രണാമം.